ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഡിസ്കസ് ചെയ്ത വീഡിയോന്റെ, അതായത് നമ്മുടെ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത വീഡിയോന്റെ ബാക്കി തന്നെയാണ്. അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചും, അതായത് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റർ ചെയ്യാണ്, അതായത് ആ ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോപ്പിക്സിലോട്ട് എൻ്റർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും നോട്ടൊക്കെ എടുത്ത് പ്രിപ്പയർ ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഫീഡ്ബാക്ക് ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ കണ്ടന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പുതിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഇന്ന് പഠിക്കുന്ന ടോപ്പിക് ഇതാണ്, ഫംഗസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഫംഗസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫംഗസുകൾ എന്താണെന്നുള്ളത് ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു. നമുക്കറിയാം, പൂപ്പലുകൾ, നമ്മൾ പറയുന്ന പൂപ്പൽ, അതാണ് ഫംഗസ്. ആക്ച്വലി ഫംഗസ് ഒരു ലിവിങ് ഓർഗാനിസം ആണ്. നമുക്ക് പലരുടെയും ഒരു ഡൗട്ട് ആയിരുന്നു, ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നൊക്കെ. അത് ലിവിങ് ഓർഗാനിസം ആണ്. നമുക്കറിയാം ഫംഗസുകൾ നമുക്ക് ഡിസീസ് കോസിങ് ആണ്. നമുക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫംഗസുകളാണ് കൂടുതലും, അല്ലാതെ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഫംഗസുകൾ ഉണ്ട്. എഡിബിൾ ഫംഗസിന് എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നില്ലേ? ഏതായിരുന്നു എഡിബിൾ ഫംഗസിന് എക്സാമ്പിൾ? അതെ, മഷ്റൂംസ്. അതായത് മഷ്റൂംസ് എഡിബിൾ ഫംഗസിന് എക്സാമ്പിൾ ആയിരുന്നു. മഷ്റൂംസ് നമ്മൾ കഴിക്കുന്നു, കാരണം അതിനകത്ത് ടോക്സിക് എഫക്ട്സ് ഇല്ല. പക്ഷെ എല്ലാ മഷ്റൂംസും എഡിബിൾ ആണോ? അല്ല. ചില മഷ്റൂംസ് എന്താണ്, ടോക്സിക് ആണ്. ദേ കണ്ടെയ്ൻസ് ടോക്സിക് എലമെന്റ്സ്. അത് നമുക്ക് എന്തുണ്ടാക്കും, അലർജിക് റിയാക്ഷൻസോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ്. ഫംഗസുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? ദേ ആർ യുണീക്ക് കിങ്ഡംസ്, ഹെട്രോട്രോപിക് ഓർഗാനിസംസ് ആണ്, ബട്ട് ദേ ആർ യുണീക്ക് ആണ്. അവരുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വേറെ ആർക്കും ഇല്ലാത്ത ടൈപ്പ് ഫീച്ചേഴ്സ് ആണ് ആർക്ക് കാണുന്നത്, ഈ ഫംഗസുകൾക്ക് കാണുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതേപോലെ തന്നെ ദേ ആർ കോൾഡ്, ദേ ആർ ന്യൂട്രീഷൻ ഈസ് എൻ ഹെട്രോട്രോപിക് ഇൻ നേച്ചർ. എന്തുകൊണ്ടാണ് അവരുടെ ന്യൂട്രീഷൻ ഹെട്രോട്രോപിക് ഇൻ നേച്ചർ ആയത്? ഹെട്രോട്രോപിക് എന്ന് വെച്ചാൽ എന്താണ്? ഹെട്രോട്രോപിക് എന്ന് വെച്ചാൽ ദേ ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. അതായത് അവരുടെ ന്യൂട്രീഷന് വേണ്ടി ദേ ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസംസ്. അപ്പൊ മറ്റുള്ള ലിവിങ് ഓർഗാനിസംസ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയോ അനിമൽസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് ജീവിക്കുന്നത്? ഹെട്രോട്രോപിക് ഓർഗാനിസംസ് ജീവിക്കുന്നത്. നമ്മൾ പറഞ്ഞു ദേ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദി, ദേ അബ്സോർബ് സോളുബിൾ ഓർഗാനിക് സബ്സ്റ്റൻസസ് ഫ്രം ദി ലിവിങ് ഓർഗാനിസംസ്. അതായത് ലിവിങ് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് നമുക്ക് വിളിക്കാം. ലിവിങ് ഓർഗാനിസംസ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും അബ്സോർബ് ചെയ്യണം ഓർഗാനിക് സോലുബിൾ ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അബ്സോർബ് ആണ് അവരുടെ എന്ത് നടക്കുന്നത്, ന്യൂട്രീഷൻ നടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ അവരുടെ ന്യൂട്രീഷൻ നടക്കുന്ന മെത്തേഡാണ് ഹെട്രോട്രോപിക് ഇൻ നേച്ചർ. അത് എന്താണെന്നുള്ളതും അതിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പാർട്ട് 1 കാണാത്തവർ അത് പോയിട്ട് കാണാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ദേ ആർ കോസ്മോപൊളിറ്റൻ ഇൻ നേച്ചർ. എന്തുകൊണ്ടാണ് ദേ ആർ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്? ദേ ആർ seen in all the environments, like they are seen in all the area. അതായത് നമ്മൾ വാട്ടർ, ലാൻഡ്, എയർ എല്ലായിടത്തും നമുക്ക് എന്ത് കാണാൻ പറ്റും? സോയിൽ. ഇവിടെ ആരുണ്ട്? ഫംഗസുകൾ ജീവിക്കും. സോ ദേ ആർ കോൾഡ് കോസ്മോപൊളിറ്റൻ ഇൻ നേച്ചർ. ദേ ആർ കോസ്മോപൊളിറ്റൻ ഇൻ നേച്ചർ. ആൻഡ് തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ദേ ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. എന്തുകൊണ്ടാണ് ദേ ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ് എന്ന് പറയുന്നത്? അവർക്ക് വാം ആയിട്ടുള്ളതും എന്നാൽ ഹ്യൂമിഡ് ആയിട്ടുള്ളതുമായ പ്ലേസിലൊക്കെ വളരാൻ കഴിയും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യാറുണ്ട്. നമ്മളെല്ലാം ഫുഡ് പ്രിപ്പയർ ചെയ്തത് നമ്മൾ ഫ്രിഡ്ജിലാണ്, റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് പ്രിപ്പയർഡ് ഫുഡിനെ നമ്മൾ റെഫ്രിജറേറ്റർ, അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ, ഫ്രൂട്ട്സിനെ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസിനെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നതിന്റെ റീസൺ ക്ലിയർ ആയോ? അതായത് ഇവരിപ്പോ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ വാം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇവരെ വെക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിളോ ഫ്രൂട്ടോ വെക്കുന്നെങ്കിൽ അവിടെ ഈസി ആയിട്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. ക്ലിയർ ആയല്ലോ? പക്ഷെ അതേസമയം നമ്മൾ റെഫ്രിജറേറ്ററിലാണ് വെക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ലോ ടെമ്പറേച്ചർ. അവിടെ വളരെ ലോ ടെമ്പറേച്ചറാണ് റെഫ്രിജറേറ്ററിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറിൽ ആര് വളരില്ല? ഫംഗസുകൾ വളരില്ല. ഫംഗസ് മാത്രമാണോ? അല്ല, ബാക്ടീരിയകളും ഫംഗസുകളൊന്നും ലോ ടെമ്പറേച്ചറിൽ വളരില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ വസ്തുക്കളും, അതായത് എല്ലാ ഒബ്ജക്ട്സിനെയും നമ്മൾ കൊണ്ടുപോയി, എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും ഒക്കെ കൊണ്ടുപോയി നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ക്ലിയർ ആയല്ലോ? Okay, അപ്പോൾ low temperature ആര് വളരില്ല? They can't grow. The bacteria and fungus can't grow under the low temperature. That's why we are keeping all the vegetables, fruits and other living things under the
low temperature, that is in the refrigerator. Clear? That is the third point. And next moving to the examples. എന്തൊക്കെയാണ് ഫംഗസിന് എക്സാമ്പിൾ? നമ്മളൊരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഫംഗസുകൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കാണുന്നു ബ്രെഡിൽ കാണുന്ന മൗൾഡ്, അതായത് ബ്രെഡിനകത്ത് സ്പോഞ്ച് പോലെ വളരെ ലൈറ്റ് ആയിട്ട് കാണുന്ന വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉള്ള ഒരു കോട്ടൺ പോലെയൊക്കെ കാണുന്നതാണ് എന്ത് ബ്രെഡ് മൗൾഡ്. അപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ തന്നെ ഒന്ന് നോക്കുക, പിക്ചറിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. പിക്ചറിൽ എന്താണ് കാണുന്നത്? ബ്രെഡ് മൗൾഡ് ആണ്. അതായത് ബ്രെഡിനകത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ, ഒരു ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നതാണ് ഈ ബ്രെഡ് മൗൾഡ്. പക്ഷെ ഇതിനകത്ത് കാണുന്ന പിക്ചറിൽ ഭയങ്കര ഡാർക്ക് കളർ ആണെങ്കിലും ആക്ച്വലി ഫംഗൽ ഇൻഫെക്ഷൻ വൈറ്റ് കളറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിന്റെ സ്പോർ പ്രൊഡക്ഷൻ ഒക്കെ കഴിയുമ്പോഴാണ് ഇങ്ങനെ ഡീപ്പായിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. ക്ലിയർ ആയല്ലോ? രണ്ടാമതൊരു എക്സാമ്പിൾ ഏതാണ്? ഓറഞ്ച് റോഡ്സ്. അതെ, ഓറഞ്ചുകൾ, നമ്മൾ ഓറഞ്ച് റോഡ്സ് മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സിലും റോട്ട് വരാം. അപ്പൊ അതിനകത്ത് ഓറഞ്ച് ചീഞ്ഞു പോകുന്ന കണ്ടിട്ട് അത് ദാറ്റ് ഇസ് ഡ്യൂ ടു ദ ഫംഗൽ ഇൻഫെക്ഷൻസ്. അപ്പൊ അതാണ് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കൂ, മഷ്റൂംസ് അല്ലെ. മഷ്റൂംസ് നമ്മൾ പറഞ്ഞു ദേ ആർ ദ എഡിബിൾ ഫംഗസ്. അപ്പൊ എഡിബിൾ ഫംഗസിന് എക്സാമ്പിൾസ് ആണ് ആര്? മഷ്റൂംസ്. നമ്മൾ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്, അതായത് മഷ്റൂം കൾട്ടിവേഷൻ. അറിയാലോ, മഷ്റൂം കൾട്ടിവേഷൻ വഴി നമ്മൾ ഒരുപാട് മഷ്റൂംസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എഡിബിൾ ആണ്, വളരെ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളതാണ്, ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം സം അതർ മഷ്റൂംസ്, അതായത് ചില മഷ്റൂംസ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നോക്കൂ ടോഡ്സ്റ്റോൾ. അതായത് ടോഡ്സ്റ്റോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വുഡിന്റെയോ അതല്ലെങ്കിൽ മുറിഞ്ഞു കിടക്കുന്ന വുഡ് പീസസിന്റെ മുകളിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മെറ്റീരിയൽസിന്റെ മുകളിൽ പ്ലാന്റ് പാർട്ടിന്റെ മുകളിലോ സോയിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ത് ചില ഫംഗസുകൾ, ചില മഷ്റൂംസ് വളരെ ബ്രൈറ്റ് കളേർഡ്, വളരെ അട്രാക്റ്റീവ് ആയിട്ട് യെല്ലോ, റെഡ്, ഓറഞ്ച് ഒക്കെ കളറിൽ കാണാം. ബട്ട് ദേ ആർ നോട്ട് എഡിബിൾ, ദേ ആർ ടോക്സിക്. അതിന് വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ് ടോഡ്സ്റ്റോൾ എന്ന് പറയുന്നത്. ടോഡ്സ്റ്റോൾ ആണ് അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഫംഗസുകളൊന്നും പോയി എടുക്കരുത്. ഭയങ്കരമായിട്ട് അലർജിക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ട് മൂവ് ചെയ്യാം. ഏതാണ് അടുത്ത എക്സാമ്പിൾ? വൈറ്റ് സ്പോട്ട്സ്, അതായത് വൈറ്റ് സ്പോട്ട്സ് ഓൺ മസ്റ്റാർഡ് ലീവ്സ്. മസ്റ്റാർഡ് ലീവ്സിൽ കാണുന്ന വൈറ്റ് സ്പോട്ടുകൾ. അപ്പൊ മസ്റ്റാർഡ് ലീഫിൽ മാത്രമല്ല വേറെയും ഒരുപാട് വെജിറ്റബിൾസിൽ നിങ്ങൾ വൈറ്റ് സ്പോട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് ബ്രിഞ്ചാളിന്റെയും ചില്ലിയുടെയും അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. അതിന്റെയൊക്കെ ലീഫ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രോത്ത് പീരീഡിൽ തന്നെ, അതിന്റെ ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ തന്നെ, അതായത് ഫ്രൂട്ട് സ്റ്റേജ് എത്തുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് നമ്മൾ കാണാണ്ട് ലീഫിൽ, ചില ലീഫിൽ മാത്രം ഒരു വൈറ്റ് സ്പോട്ട്. അതെന്താണ്? ദാറ്റ് വൈറ്റ് സ്പോട്ട് ഈസ് ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓഫ് ഫംഗസ്. അപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അതിന് കാരണം. അപ്പൊ നമുക്ക് അറിയാം അങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒരു ലീഫിൽ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ടു സ്പ്രെഡ് ദ ഫംഗൽ ഇൻഫെക്ഷൻസ് ടു അതർ പ്ലാന്റ് പാർട്സ്. അതുകൊണ്ടാണ് ആ പ്ലാന്റ് പെട്ടെന്ന് ഡീക്കേ ആവുന്നത്. അപ്പൊ നമ്മൾ ആ ഫംഗിസൈഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫംഗസിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് മസ്റ്റാർഡ് ലീവ്സിന്റെ കേസിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു എ പാരസിറ്റിക് ഫംഗസ്. അതായത് ഒരു പാരസിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗസ് ഉള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത പോയിന്റ് നോക്കൂ, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾസ് ഫോർ ദി കോമൺ ഫംഗസ്. കോമൺ ഫംഗസുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്? ഒന്നാമത്തത്, സം ഫംഗി ആർ ദ സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ്. അതായത് ആന്റിബയോട്ടിക്സ്, നമ്മൾ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നത് ചില ഫംഗസുകളിൽ നിന്നാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പെൻസിലിയം. അപ്പൊ പെൻസിലിയത്തിൽ നിന്നും ആന്റിബയോട്ടിക്സ് എന്തുണ്ടാക്കുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ പെൻസിലിയത്തിന്റെ ഒരു പിക്ചർ കാണുന്നില്ല. ഈ ഒരു പെൻസിലിയത്തിന്റെ പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. അപ്പൊ നമുക്കിത് നേക്കഡ് ഐ കൊണ്ട് കാണുന്ന ഒരു ഇമേജ് അല്ല, അത് ഭംഗിയുണ്ട്, ഫ്ലൂറസെന്റ് കളേഴ്സ് ഒക്കെ വെച്ച് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കൂ, ഇതാണ് പെൻസിലിയം. ഇങ്ങനെയുള്ള ഒരുപാട് പെൻസിലിയം സ്പീഷീസുകളെ നമ്മൾ എന്ത് ചെയ്യും? കൾച്ചർ ചെയ്ത് അതിന്റെ കോളനി ഇൻക്രീസ് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ പെൻസിലിയം ഐസൊലേറ്റ് ചെയ്യുന്നത്. സോ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ഐസൊലേറ്റ് ചെയ്യുന്നത്? ആന്റിബയോട്ടിക് പെൻസിലിയം ഐസൊലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഓറഞ്ച് കളർ സ്പോട്ട് കാണുന്നില്ല. എന്താണ് ഈ ഓറഞ്ച് കളർ സ്പോട്ട്? ഒരെണ്ണമല്ല, ഒരുപാട് എണ്ണം ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബബിൾസ് കാണുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോർസ്. എന്താണ്? സ്പോറുകൾ. അപ്പൊ സ്പോറുകളാണ് ഇതിന് കാരണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ സ്പോറുകള് എന്ത് ചെയ്യും? ഈ സ്പോറുകൾ സ്പ്രെഡ് ചെയ്ത് അടുത്തടുത്ത ലൊക്കേഷൻസിലോട്ട് മൂവ് ചെയ്യും. എവിടെയാണോ സ്പോർ എത്തുന്നത് അവിടെയൊക്കെ ഈ പെൻസിലിയത്തിന്റെ ഗ്രോത്ത് കാണിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ, ഇപ്പൊ ഒരുപാട് സ്പോർ ഉള്ളത് കൊണ്ട് ദേ ആർ ഈസിലി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ്.
ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് അബൌട്ട് പെൻസിലിയം. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാണ്? സം യൂണിസെല്ലുലാർ ഫംഗസ്. ഒരൊറ്റ യൂണിസെല്ലുലാർ ഫംഗസ് ആണ് നമ്മൾ പഠിച്ചത്. ദാറ്റ് ഈസ് ഈസ്റ്റ്. ഈസ്റ്റ് ആണ് ഒരു കോമൺ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു എക്സെപ്ഷണൽ കേസ്. നോർമലി ഫംഗസുകൾ യൂണിസെല്ലുലാർ ആണോ? നോർമലി ഫംഗസുകൾ എന്താണ്? യൂണിസെല്ലുലാർ അല്ല. ദേ ആർ മൾട്ടി സെല്ലുലാർ ഇൻ നേച്ചർ ആണ്. ദേ ആർ മേഡ് അപ്പ് ഓഫ് ടിഷ്യൂസ് ആണ്. ബട്ട് ദ ടിഷ്യൂസ് ആർ ലൂസ് ടിഷ്യൂസ് ആണല്ലോ. നമ്മൾ പറഞ്ഞു ലൂസ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാം കോമൺ ആണ് അല്ലെ. അപ്പൊ ഈസ്റ്റ് ആണ് ഒരു യൂണിസെല്ലുലർ, ഒറ്റ സെല്ലുള്ള, അതായത് സിംഗിൾ സെല്ലുള്ള ഫംഗസിന് എക്സാമ്പിൾ ആണ് എന്ത്? ഈസ്റ്റ്. ഈസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബ്രെഡ് ഉണ്ടാക്കും, അതേപോലെ തന്നെ ബിയർ ഉണ്ടാക്കും. ബ്രെഡും ബിയറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗസുകളാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? തേർഡ് പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് തേർഡ് പോയിന്റിൽ പറയുന്നത് എന്താണ്? അതർ ഫംജൈ കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിലും ആനിമൽസിലും ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗസുകൾ. അതായത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വീറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ. അതായത് പക്സീനിയ എന്ന് പറയുന്ന ഒരു ഫംഗസ്. അതായത് പക്സീനിയ എന്ന് പറയുന്ന ഫംഗസ് എവിടെയാണ് കാണുന്നത്? നോർമലി നമ്മൾ പറയുന്ന ലീഫിന്റെ മുകളിലാണ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ മാത്രമാണ് വീറ്റ് പ്ലാന്റിന്റെ ലീഫിൽ നിങ്ങൾ റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗസിനെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചറിനകത്തോട്ടൊന്ന് നോക്കുക. അതായത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? ഈ പിക്ചറിനകത്ത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫംഗസിനെ കാണുന്നില്ലേ? ഒരു ഫംഗസ് ആണ് ആക്ച്വലി അത്? അല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണ്, റൗണ്ട് ഷേപ്പിൽ കാണുന്നു. ഇതൊരു ഇൻഫെക്ഷൻ ആണ്. പക്സീനിയ എന്ന് ഒരു ഫംഗസിന്റെ ഇൻഫെക്ഷൻ ആണ് ആക്ച്വലി കാണുന്നത്. ഇതുപോലെയുള്ള പക്സീനിയയുടെ ഇൻഫെക്ഷൻ നമുക്ക് വേറെയും ഒരുപാട് ലീവ്സിൽ കാണാൻ പറ്റും. അപ്പൊ ഒരു എക്സാമ്പിൾ മാത്രമാണ് എന്ത്? ലീവ്സ് ഓഫ് ദി വീറ്റ്. അപ്പൊ വീറ്റിന് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഫംഗസ് ആണ് പക്സീനിയ. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ് അല്ലെങ്കിൽ തേർഡ് എക്സാമ്പിൾ. വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പക്സീനിയയും ഈസ്റ്റും പെൻസിലിയും. ദെൻ നെക്സ്റ്റ് മൂവിങ് ടു ദ സ്ട്രക്ചർ. എങ്ങനെയാണ് ഫംഗസിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നോക്കൂ, ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? എക്സെപ്റ്റ് ഈസ്റ്റ്. നമുക്ക് എപ്പോഴും ഈസ്റ്റിന് എക്സെപ്ഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈസ്റ്റ് എപ്പോഴും യൂണിസെല്ലുലാർ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈസ്റ്റിന്റെ പ്രോപ്പർട്ടീസും നോർമൽ എല്ലാ ഫംഗസിന്റെ പ്രോപ്പർട്ടീസും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ്സ് വൈ വി ആർ എക്സ്ക്ലൂഡഡ് ദ ഈസ്റ്റ്. ക്ലിയർ? അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫംഗസിന്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. ഫംജി ആർ ഫിലമെന്റസ്. ഫംഗസ് എന്താണ്? ഫിലമെന്റസ് ആണ്. അപ്പൊ അതിന്റെ മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫംഗസ് ഫിലമെന്റസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബ്രെഡിന് മുകളിലുള്ള ആ ഒരു മോൾഡ് ഇല്ലേ, അതായത് ബ്രെഡിന് മുകളിൽ കാണുന്ന ആ ഒരു സ്പോഞ്ചി ടൈപ്പ് മോൾഡ് ആണ് നമ്മൾ മൈൻഡിൽ ഓർക്കേണ്ടത്. അതിനകത്ത് എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്പോഞ്ചി എഫക്റ്റ് ആണ്. അപ്പൊ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഫിലമെന്റ്സ്. അതായത് ഒരുപാട് ഫിലമെന്റ്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. their body consists of long, slender, thread-like structures called hyphae. ഇപ്പൊ ഇവിടെ നിങ്ങൾ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതാണ് ഒരു ഹൈഫേന്റെ സ്ട്രക്ചർ. ഇതാണ് ഒരു മൊത്തത്തിൽ ആ ഒരു പ്ലാന്റിന്റെ മൊത്തത്തിൽ ആ ഒരു ഫംജൈന്റെ സ്ട്രക്ചർ ഇതാണ്. അപ്പൊ അതിനകത്തുള്ള ആ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ. ക്ലിയർ ആയല്ലോ? അങ്ങനെയുള്ള ഒരുപാട് ഹൈഫേ കൂടിച്ചേർന്നതാണ് എന്ത്? ഒരു മൈസീലിയം. അപ്പോ ബോഡി, അതായത് ഫംഗൽ ബോഡി ഈസ് കോൾഡ് മൈസീലിയം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് കോൾഡ് നോൺ ആസ് മൈസീലിയം. അപ്പൊ ഫംഗൽ ബോഡിനെ നമുക്ക് മൈസീലിയം എന്ന് വിളിക്കാം. അതിനകത്ത് വരുന്ന ഒരു ഫിലമെന്റിനെ എന്ത് വിളിക്കാം? ഹൈഫേ. ക്ലിയർ? ഇനി ഈ ഹൈഫേ തന്നെ രണ്ട് ടൈപ്പ് ആണുള്ളത്. രണ്ട് ടൈപ്പ് ഹൈഫേ ആണുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹൈഫേ എന്താണ് ഇതിന്റെ പ്രത്യേകത? അപ്പൊ ഫംഗൽ മൈസീലിയത്തിന്റെ ഹൈഫേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്താ കാണുന്നത്? രണ്ട് ടൈപ്പ് ഹൈഫേ ആണുള്ളത്. ഒന്ന് സീനോസിറ്റിക് ഹൈഫേ ആണ്, രണ്ടാമത്തത് സെപ്റ്റേറ്റ് ഹൈഫേ ആണ്. അപ്പൊ സീനോസിറ്റിക് ഹൈഫേ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ദേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ദാറ്റ് മീൻസ് ഇവരുടെ ഹൈഫേ, ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളൊരു കേസ് പറഞ്ഞു, ഇതാണ് ഹൈഫേ നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഹൈഫയുടെ പ്രത്യേകത എന്താണ്? ഈ ഹൈഫേ സീനോസിറ്റിക് ആവും ചില കേസസിൽ. ദാറ്റ് മീൻസ് ഇവരുടെ ബോഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹോളോ സിലിണ്ടർ പോലെ ആയിരിക്കും. അതായത് ത്രൂ ഔട്ട് ഈ ബോഡി ഒരു ഹോളോ സിലിണ്ടർ പോലെ ആയിരിക്കും.
ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെയെങ്കിൽ അതിനകത്ത് ഒരു സെപ്റ്റം, ഒരു വോൾ സെപ്പറേഷൻസ് ഒന്നും കാണാനില്ല. നോർമലി ഒരു സെല്ല് കഴിഞ്ഞാൽ അടുത്ത സെല്ലിന്റെ ഇടയിൽ ഒരു സെൽ വാൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സെൽ വാളോ ഒരു സെപ്റ്റം ഒന്നും ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് സെൽസ് ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ സെല്ലിന്റെയും ന്യൂക്ലിയസ് എവിടെ തന്നെ ഉണ്ടാവുക? ഒരു ട്യൂബിനകത്താണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. നിങ്ങളൊരു പൈപ്പ്, ഒരു PVC പൈപ്പാണ് എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ അതിനുള്ളിലൂടെ ഇങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യണം. അപ്പൊ അതിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസും കൂടെ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഒരു കണ്ടീഷൻ ഉണ്ടാവുക? അതെ, ദാറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. അപ്പൊ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ആണ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കൂ. ഇപ്പൊ അവിടെ ഈ ഓരോ കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു. പക്ഷെ ഓരോ സൈറ്റോപ്ലാസത്തിന്റെ ഇടയിലും ഓരോ സൈറ്റോപ്ലാസത്തിന് ഓരോ ന്യൂക്ലിയസ് കഴിഞ്ഞും ഓരോ വോൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതൊരു കമ്പാർട്ട്മെന്റ് ആയില്ലേ? അപ്പൊ സെപ്റ്റ ആർ പ്രസന്റ്. സെപ്റ്റ പ്രസന്റ് അല്ലെങ്കിൽ ക്രോസ് വാൾ. സെപ്റ്റിനെ നമുക്ക് എന്തുകൂടെ വിളിക്കാം? ക്രോസ് വാൾ എന്നുകൂടെ വിളിക്കാം. ഈ ക്രോസ് വാൾ പ്രസന്റ് ആണെങ്കിൽ അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? സിംഗിൾ സെൽസ് ഉണ്ടാകും. ഓരോ സെല്ലും യൂണി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഇവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ പിക്ചർ നോക്കൂ. ഇതാണ് സെപ്റ്റേറ്റ് ഹൈഫേന്റെ പിക്ചർ. ഇതിനകത്ത് നമുക്ക് കാണാം ഓരോ ന്യൂക്ലിയസ്, ഓരോ സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ട്. സെല്ലിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു സെൽ വാൾ ഉണ്ട്. അതേപോലെ തന്നെ ഒരു പോർ, അതായത് സെൽ വാളിന്റെ ഇടയിൽ ഒരു പോർ ഉണ്ട്. അതേപോലെ തന്നെ സെപ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ സെൽ വാൾ കാണാം, സെപ്റ്റം കാണാം. സെപ്റ്റത്തിന്റെ ഇടയിൽ പോർസ്, അതായത് ന്യൂക്ലിയർ സൈറ്റോപ്ലാസത്തിന് മൂവ് ചെയ്യാനുള്ള പോറുകൾ, ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലോട്ട് സൈറ്റോപ്ലാസം മൂവ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഓപ്പണിംഗ് കാണാം. അതാണ് പോർസ് എന്ന് വിളിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സിനോസിറ്റിക് ഹൈഫയിലോട്ട് നോക്കൂ. നിങ്ങൾ അതിനകത്ത് എന്തില്ല? സെപ്റ്റം ഇസ് നോട്ട് പ്രസന്റ്, സെപ്റ്റം ഇസ് ആബ്സെന്റ്. അതുകൊണ്ട് തന്നെ സെപ്റ്റം ആബ്സെന്റ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂക്ലിയസ് ഇങ്ങനെ അലൈൻ ചെയ്ത് കിടക്കുകയായിരിക്കും. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ഇതാണ് രണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അതായത് രണ്ട് ടൈപ്പ് ഫംഗസിൽ തന്നെ രണ്ട് ടൈപ്പ് ഹൈഫേ കാണുന്നതാണ് ഈ പറഞ്ഞത്. മാറിപ്പോകരുത്. സിനോസിറ്റിക് ഹൈഫേ ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫേ. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. അതായത് കിങ്ഡം ഫഞ്ചൈന്റെ മൈസീലിയം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹൈഫേ എന്താണെന്നൊക്കെ പറഞ്ഞു. സിനോസിറ്റിക് ഹൈഫേ പറഞ്ഞു, സെപ്റ്റേറ്റ് ഹൈഫേ എല്ലാം പറഞ്ഞില്ലേ? ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ഈസ് മീൻ ബൈ മൈസീലിയം? വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ മൈസീലിയം? അപ്പൊ നിങ്ങളിപ്പോ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഈസി ആയിട്ട് പറയാം. മൈസീലിയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? മൈസീലിയം, വാട്ട് ഈസ് മൈസീലിയം? It's a network of hyphae. Mycelium എന്ന് വെച്ചാൽ എന്താണ്? It's a network of hyphae. Then what is yeast? That is the unicellular fungus. Yeast എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള. അവിടെ നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം എ ഫംഗസ് ഇൻ വിച്ച് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫംഗസ് ആർ അക്കംപ്ലിഷ്ഡ് ബൈ ദ സെയിം സെല്ല്. ദാറ്റ് മീൻസ് ഇപ്പൊ ഇതെന്താണെന്നറിയോ? ഈ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ലിവിംഗ് വേൾഡിൽ ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സെന്റൻസിന്റെ മീനിങ് എന്നുള്ളത്. അതായത് ഇപ്പൊ യൂണിസെല്ലുലാർ ആണ് ഈസ്റ്റ് യൂണിസെല്ലുലാർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രോത്ത് നടക്കുന്നത് എങ്ങനെയാണ്? സെൽ ഡിവിഷൻ, ത്രൂ സെൽ ഡിവിഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഈസ്റ്റ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലായിട്ട് കൺവേർട്ട് ആവും. ഈ രണ്ട് സെല്ലും ന്യൂ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇവരുടെ കേസിൽ എന്ത് നടന്നു? റീപ്രൊഡക്ഷനും നടന്നു, അതേപോലെ തന്നെ ഇവരുടെ വെജിറ്റേറ്റീവ് ഗ്രോത്തും നടന്നു. ഇത് രണ്ടും ഒരുമിച്ചാണ് നടന്നത്. ഒരുമിച്ച് മീൻസ് ഒരൊറ്റ പ്രോസസ് ആണ്. സോ ദാറ്റ് ഈസ് ദേ ആർ സിനോണിമസ് ഇൻ ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ലിവിംഗ് വേൾഡിന്റെ സമയത്ത് പഠിക്കാനുള്ളതാണത്. ആക്ച്വലി നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ സിലബസിനകത്ത് അത് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് ഓർക്കാത്തത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? ഫംഗസുകൾക്ക് അതിനുള്ള വൺ ഓഫ് ദി എക്സാമ്പിൾ ഏതാണ്? അപ്പൊ നമുക്കറിയാം യൂണിസെല്ലുലാർ ഒരു ഫംഗസിന്റെ പേരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈസ്റ്റ്. ക്ലിയർ? അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മുന്നേ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, മെൻഷൻ ടു സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ്. എന്താ ക്വസ്റ്റ്യൻ? സിംബയോട്ടിക് അസോസിയേഷൻ, ഫംഗസുകളുടെ സിംബയോട്ടിക് അസോസിയേഷൻ എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് മീൻസ് ഫംഗസുകൾ ആരെങ്കിലും ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഫംഗസുകൾ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ. അവർക്ക് പരസ്പരം അതായത് മ്യൂച്വലി അവർ ഒരു ഹെൽപ്പ്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്നൊന്നിന് എന്തെങ്കിലും ഡിഫക്ട്സോ അതല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? അതൊക്കെയാണ് നമ്മൾ ഈ സിംബയോട്ടിക് അസോസിയേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ നോക്കുക. എന്താണ് ആൻസർ? ഫംഗസ് ലൈവ് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ ആസ് ലൈക്കൺസ്. എന്താ പറയുന്നത്? ഇപ്പൊ ഫംഗസുകള് ലൈക്കണുമായിട്ട്, ഇപ്പൊ
ഫംഗസുകൾ ആൽഗയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലൈക്കൺസ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ലൈക്കൺസ് എന്ന് വിളിക്കും. നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, ഇതെന്താണ്? ഇതൊരു ലൈക്കൺ എക്സാമ്പിൾ ആണ്. ഇതുപോലുള്ള ലൈക്കൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പല ഏരിയകളിലും ഇതുപോലുള്ള ലൈക്കൺസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ, അടുത്തൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ഫംഗസ് ലൈവ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അതായത് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അസോസിയേഷൻ കാണിക്കുന്നത്. അപ്പൊ ഫംഗൽ അസോസിയേഷൻ, ഫംഗസ് ലൈവ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആസ് മൈക്കോറൈസേ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസേ എന്നുള്ളത്. അപ്പൊ മൈക്കോറൈസേ എന്താണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈക്കോറൈസേ ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ദി ഫംഗസ് പ്ലസ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. അപ്പൊ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും ഫംഗസുകളും തമ്മിലുള്ള അസോസിയേഷൻ ആണ് നമ്മൾ മൈക്കോറൈസേ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ റൂട്ട് നൊഡ്യൂൾസ് ഒക്കെ ഉണ്ടാവും, അതിനകത്ത് മൈക്കോറൈസൽ അസോസിയേഷൻസ് ഉണ്ടാകും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫംഗസ് എപ്പോഴും അവർക്ക് ലിവ് ചെയ്യാനൊരു, ഇവർ തമ്മിലൊരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഷെൽട്ടർ വേണം, ഫംഗസുകൾക്കൊരു ഷെൽട്ടർ വേണം. അപ്പൊ ആ ഷെൽട്ടറിന് വേണ്ടി അവർ റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ റൂട്ടിന് എന്താണ് ബെനിഫിറ്റ്? റൂട്ട് എന്ത് ചെയ്യും? റൂട്ടിനെ അബ്സോർബ് ചെയ്യും. ഡയറക്റ്റ് റൂട്ടിന് സോയിലിന് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ചില മെറ്റീരിയൽസ്, മിനറൽസ് ഉണ്ടാവും. അതൊക്കെ ആരെ അബ്സോർബ് ചെയ്ത് കൊടുക്കും? ഫംഗസുകൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫംഗസുകൾ അബ്സോർബ് ദ ന്യൂട്രിയൻസ്. ആ ന്യൂട്രിയൻസിന് എന്താ പ്രത്യേകത? ഈ പ്ലാന്റിന് ഒരിക്കലും അത് ഡയറക്റ്റ് ആയിട്ട് സോയിലിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് ഈ ഫംഗസുകൾ യൂസ് ചെയ്തിട്ട് ഫംഗസുകൾ അത് അബ്സോർബ് ചെയ്ത് കൊടുക്കും. അതേസമയം ഫംഗസുകൾക്ക് തിരിച്ചു കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അവർക്കൊരു ഷെൽട്ടർ ആണ്, അവർക്ക് താമസിക്കാൻ ഒരു ഇടമാണ് ആര് കൊടുക്കുന്നത്? പ്ലാന്റ് റൂട്ട്സ് കൊടുക്കുന്നത്. സോ സച്ച് അസോസിയേഷൻ ഇസ് കോൾഡ് മൈക്കോറൈസൽ അസോസിയേഷൻ. ഇപ്പൊ നിങ്ങൾ ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് വീട്ടിൽ ഓർക്കിഡ് ഉണ്ടാവും. ഓർക്കിഡിലൊക്കെ മൈക്കോറൈസൽ അസോസിയേഷൻസ് ഉണ്ട്. ചില പ്ലാന്റിന്റെ ഗ്രോത്ത്, അതായത് ജെർമിനേഷൻ നടക്കണമെങ്കിൽ പോലും, ഇപ്പൊ എക്സാമ്പിൾ ഓർക്കിഡ് തന്നെ എടുക്കാം. ഓർക്കിഡിന്റെ ഒക്കെ ജെർമിനേഷൻ, അതായത് ഓർക്കിഡ് സീഡ്സിന്റെ ജെർമിനേഷൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ മൈക്കോറൈസൽ അസോസിയേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആണ് മൈക്കോറൈസൽ അസോസിയേഷൻ. നമ്മുടെ പ്ലാന്റുകൾക്ക് ബെനിഫിഷ്യൽ ആണ്, അല്ലാതെ അതൊരു നെഗറ്റീവ് എഫക്റ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ ലൈക്കൺസ് പറഞ്ഞു, അതേപോലെ തന്നെ മൈക്കോറൈസൽ അസോസിയേഷൻസ് പറഞ്ഞു. ഇത് രണ്ടുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സിംബയോട്ടിക് അസോസിയേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ് സാപ്രോഫൈറ്റ്സ്. അതേപോലെ തന്നെയാണ് അടുത്തത് പാരസൈറ്റ്സും. അപ്പൊ സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും നമുക്ക് അറിയാം. സാപ്രോഫൈറ്റ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സാപ്രോഫൈറ്റ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്, ദേ അബ്സോർബ് സോലുബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്. ദാറ്റ് മീൻസ് ഡെഡ് ആയി കിടക്കുന്ന സബ്സ്ട്രേറ്റിൽ നിന്നും സോലുബിൾ ഓർഗാനിക് മാറ്ററിനെ അവർ അബ്സോർബ് ചെയ്യും. ആര്? ഫംഗസുകൾ അബ്സോർബ് ചെയ്യും. ഇപ്പൊ ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്ലാന്റിന്റെ മുകളിൽ ഫംഗസ് വരുന്നത് എന്തുകൊണ്ടാണ്? ദേ അബ്സോർബ് ദ സോലുബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ദി ഫംഗസ്. then അതേപോലെ തന്നെ സം ആർ പാരസൈറ്റ്സ്, അതായത് ദേ ലിവ് ഓൺ ദി ലിവിങ് ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പൊ ചില പ്ലാന്റ് ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല, ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ മുകളിലോ അതല്ലെങ്കിൽ ആനിമൽസിന്റെ മുകളിലോ അതിനൊക്കെ മുകളിൽ ആര് വളരും? ഫംഗസുകൾ വളരും. ഓക്കെ, അവരും എന്ത് ചെയ്യുന്നത്? ഓർഗാനിക് മാറ്റർ അബ്സോർബ് ചെയ്യുന്നു ഫ്രം ലിവിങ് ഓർഗാനിസംസ്. അതിന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഫംഗസ് വരാറില്ലേ? നമ്മുടെ സ്കിന്നിൽ ഫംഗസ് വരാറില്ലേ? ഫംഗൽ ഇൻഫെക്ഷൻ. അതെ, അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. അത് ആനിമലിന്റെ കേസിൽ. അതേപോലെ നമ്മുടെ പ്ലാന്റിലൊക്കെ നമ്മൾ ഫംഗസ് കാണാറില്ലേ? നോർമലി ഒരു ഫ്രൂട്ടിംഗ് പ്ലാന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ പ്ലാന്റ് ആയിരിക്കും. ആ പ്ലാന്റിനകത്ത് ഫംഗസ് നമ്മൾ കാണാറുണ്ട്, വൈറ്റ് സ്പോട്ട്സ്. ദേ ആർ പാരസൈറ്റ്സ്. ക്ലിയർ? അപ്പൊ അത് പാരസൈറ്റ്സ് ആണ്. പക്ഷെ ഡെഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഡെഡ് ആൻഡ് ഡീകേ മെറ്റീരിയൽസിലാണ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സാപ്രോഫൈറ്റ്സ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് അബൌട്ട് ഫംഗസ്. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, വാട്ട് ഡു ദ ടേംസ് ഫൈക്കോബയോണ്ട് ആൻഡ് മൈക്രോബയോണ്ട് സ്പെസിഫൈ അല്ലെങ്കിൽ സിഗ്നിഫൈ? എന്താണ് ഫൈക്കോബയോണ്ടും മൈക്രോബയോണ്ടും തമ്മിലുള്ള വ്യത്യാസം? വളരെ ഈസിയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഫൈക്കോബയോണ്ട്? ഫൈക്കോബയോണ്ട് എന്ന് വെച്ചാൽ ആൽഗൽ പാർട്ട്ണർ ആണ്. നമ്മൾ പറഞ്ഞു ലൈക്കണിൽ 2 പേരുണ്ട്. ലൈക്കൺ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗി. അപ്പൊ ആൽഗൽ പാർട്ട്ണറെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫൈക്കോബയോണ്ട്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ നമ്മുടെ ഫംഗൽ പാർട്ട്ണർ, അതായത് ഫംഗസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈക്രോബയോണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഫൈക്കോ അല്ലെങ്കിൽ ഫൈക്കോ മൈക്കോ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസസ് ഒന്ന് പറഞ്ഞു തരാം. ജനറൽ ആയിട്ട് ഫൈക്കോ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഫൈക്കോ ഇസ് റിലേറ്റഡ് ടു ആൽഗെ. ഇപ്പൊ നമ്മൾ സ്റ്റഡി ഓഫ് ആൽഗെ ഇസ് കോൾഡ് ഫൈക്കോളജി.
ക്ലിയർ. അതേപോലെ തന്നെ സ്റ്റഡി അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുന്ന സയന്റിസ്റ്റ് നമ്മൾ ഫൈക്കോളജിസ്റ്റ് എന്ന് പറയും. അതേപോലെ അപ്പൊ ഫൈക്കോ മീൻസ് ആൽഗെ, ദെൻ മൈക്കോ അതായത് ബയോളജിക്കലി നമ്മൾ സയന്റിഫിക്കലി മൈക്കോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ഫംഗസ് ആണ്. അപ്പൊ മൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഫംജി. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു ലൈക്കന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൽഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് ഫൈക്കോബയോൺ ആൻഡ് ദ ഫംഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് മൈക്കോബയോൺ. ക്ലിയർ. നെക്സ്റ്റ് നോക്കൂ, റീപ്രൊഡക്ഷൻ. വാട്ട് ഇസ് ദ കേസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഫംജി? ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് 3 ടൈപ്പ് ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഈസി ആട്ടോ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കെ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോസസ്സുകളാണ്. അപ്പൊ അതിനകത്ത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ തന്നെ 3 ടൈപ്പാണ്: ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ്. അതേപോലെ അടുത്തൊരു ടൈപ്പാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്കൻഡ് റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് എസെക്ഷൽ. എസെക്ഷലിൽ നമ്മൾ നേരത്തെ ഒരു സ്പോർ കാണിച്ചു തന്നില്ലേ പെൻസിലിയത്തിന്റെ കേസിൽ? ആ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്യും. ഡയറക്റ്റ് സ്പോർ പ്ലാന്റിൽ ഉണ്ടാവും, മീൻസ് ഫംഗസിൽ ഉണ്ടാവും. ആ സ്പോറുകൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ജെർമിനേറ്റ് ചെയ്ത് ന്യൂ ഓർഗാനിസംസ് ആവും. ദാറ്റ് ഈസ് കോൾഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് പല ടൈപ്പ് സ്പോറുകൾ തന്നെ പല രീതിയിലുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൊനീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്, അങ്ങനെയൊക്കെ പല ടൈപ്പ് സ്പോറുകളുണ്ട്. ഓക്കെ. ദെൻ അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും നമുക്ക് അറിയുന്നതാണ്. ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്? റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ സ്പോറുകൾ തന്നെയാണ്, പക്ഷെ ദാറ്റ് സ്പോർസ് ആർ 2 ടൈപ്സ്, മെയിൽ സ്പോർസ് ആൻഡ് ഫീമെയിൽ സ്പോർസ്. അപ്പൊ ഇവർ രണ്ടും ഒരു സ്പോർ മെയിൽ ആയിട്ട് ആക്ട് ചെയ്യും, ഒരു സ്പോർ ഫീമെയിൽ ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ന്യൂ ഓർഗാനിസം ഉണ്ടാകുന്ന പ്രോസസ്സാണ് എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഈ 3 ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷനും കൂടെ എന്തൊക്കെയാണ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഫംഗസുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഫംഗസിന്റെ ടൈപ്സും അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്താണെന്നും അതിന്റെ 5 കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ച്, പ്ലാന്റ്, ആനിമേലി, ഈ 5 എണ്ണം നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അവിടെ നമ്മൾ പറയാത്തൊരാളുണ്ട്. ഇപ്പൊ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? വൈറസുകൾ അല്ലെ? വൈറസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തോ? ഇല്ല. വൈറസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതാണ് വളരെ ഒരു സാഡ് ന്യൂസ്. അപ്പൊ ഈ ഒരു 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ലിവിങ് ഓർഗാനിസത്തിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ദേ ആർ അസെല്ലുലാർ ഇൻ നേച്ചർ. എന്താണ് അതിനെ ഇൻക്ലൂഡ് ചെയ്യാത്തതിന്റെ കാരണം? ദേ ആർ അസെല്ലുലാർ ഇൻ നേച്ചർ. ഇവരെ നമ്മൾ അസെല്ലുലാർ ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവർക്ക് ഒരു കംപ്ലീറ്റ് സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല. നോർമലി എല്ലാ ഫംഗസുകൾക്കും നമ്മൾ പറഞ്ഞു, എല്ലാ ഓർഗാനിസംസിനും 5 കിങ്ഡം സിസ്റ്റത്തിൽ നമ്മൾ RH വിറ്റാക്കറിന്റെ സിസ്റ്റത്തിൽ പറഞ്ഞു ഇവിടുത്തെ ബേസിക് ഒരു സെൽ ടൈപ്പ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഫംഗസുകൾക്ക് ഒരു സെൽ ടൈപ്പ് ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ വൈറസുകൾക്ക് എന്തില്ല? ഒരു പെർഫെക്റ്റ് സെൽ ഇല്ല. സെൽ ടൈപ്പ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെയുള്ള ഒരു സെല്ലില്ല. സോ ദേ ആർ അസെല്ലുലാർ ഇൻ നേച്ചർ. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് ചെയ്യാത്തത്? ഈ ഒരു 5 കിങ്ഡം സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷെ എങ്കിലും നമുക്ക് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ അത് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ റെലവെന്റ് ആണ് കേട്ടോ. ദേ ഹാവ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിംഗ് സെൽ. അതായത് ലിവിംഗ് സെല്ലിന് പുറത്ത്, ഇപ്പൊ ഒരു ലിവിങ് നമ്മുടെ ബോഡിക്ക് പുറത്ത് അറ്റ്മോസ്ഫിയറിലോ അതല്ലെങ്കിൽ പ്ലാന്റ് പാർട്സിലോ സോയിൽ പാർട്സിലോ വാട്ടറിലോ ഒക്കെ എന്തുണ്ടാവാം? വൈറസസ് ഉണ്ടാവാം. പക്ഷെ ദേ ആർ ഇനേർട്ട്. ഇനേർട്ട് മീൻസ് ദേ ആർ നോട്ട് ഡൈഡ്. അവർ ഡൈ ആയെന്നല്ല അർത്ഥം. അവർ ഇനാക്റ്റീവ് ആണ്. ദേ ആർ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. ദേ ആർ ഇനാക്റ്റീവ് ഇൻ നേച്ചർ. അവരെന്ത് ചെയ്യില്ല? ഗ്രോത്ത് ഉണ്ടാവില്ല, റെപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ബട്ട് ദേ ആർ ലിവിങ്. ഓക്കെ. അപ്പൊ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആണ് ഔട്ട്സൈഡ് ദ ലിവിംഗ് ബോഡി. ആൻഡ് വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. ഇവർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദേ അബ്സോർബ്. അവർ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ വൈറസസ് നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇൻവേഡ് അവർ ജനറ്റിക് മെറ്റീരിയൽ. അവർ നമ്മുടെ സെല്ലുകളുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഇൻവേഡ് ചെയ്യും. എന്നിട്ട് ദേ സ്റ്റാർട്ടഡ് ടു ഗ്രോ. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവർക്ക് സെൽഫായിട്ട് എല്ലാ മെഷീനറീസും ഇല്ല. അവർക്ക് എല്ലാ വെൽ ഡെവലപ്ഡ് ഒരു സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല. ബട്ട് അവരെന്ത് ചെയ്യും? നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിന്റെ മെഷീനറീസ് യൂസ് ചെയ്തിട്ട് ദേ സ്റ്റാർട്ടഡ് ടു ഗ്രോ. അങ്ങനെ അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാര്യം ഒരു വൈറസ് ഇസ് ഇൻഫെക്ഷ്യസ്. അപ്പൊ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ആണ് കൂടുന്നത്. ഒരു സെല്ല് കയറി എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അത് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറും. അത് നമുക്ക് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ്, ഹെഡ് ഏക്ക്, ഫീവർ അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കും.
ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? when they infect a cell they take over the machinery of a host cell to replicate themselves, killing the host. അപ്പൊ അവർ ചെയ്യുന്നത് ഇതാണ്, നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നു, നമ്മളെ ബോഡിയിൽ മീൻസ് തരുടെ ഹോസ്റ്റ് സെൽ, ഹോസ്റ്റ് സെല്ലിനെ അവർ ഇൻവേഡ് ചെയ്യുന്നു, ഇൻഫെക്ട് ചെയ്യുന്നു, അവിടെയുള്ള എല്ലാ മെഷീനറീസും യൂസ് ചെയ്തിട്ട് they started to replicate themselves and finally they started to kill the host cell. അങ്ങനെ നമ്മൾ ഓരോരോ സെല്ലിനെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങും? കില്ല് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഡിസീസ് സിവിയർ ആകുന്നത്, നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നമ്മുടെ നോർമൽ സെല്ലിനെ ഇവര് കില്ല് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ വൈറസ് എന്ന് പറയുന്ന പേരിന്റെ തന്നെ മീനിങ് ഒന്ന് നോക്കൂ. ദാറ്റ് ഇസ് മീൻസ് വെനം ഓർ പോയിസൺ. അതായത് വെനം എന്നോ പോയിസൺ എന്നോ നമുക്ക് വിളിക്കാം. വളരെ എന്താ പറയാ, ഇൻഫെക്ഷ്യസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വെനം അല്ലെങ്കിൽ പോയിസൺ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു നെയിം കൊടുത്തത്, അതായത് ആ ഒരു നെയിം സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റ് ലൂയി പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ ആണ് നമുക്ക് ആ ഒരു പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. നമുക്ക് വൈറസുകളുടെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട കുറച്ച് സയന്റിസ്റ്റിന്റെ പേരുകൾ നോക്കാം. കാരണം ഇവരാണ് ഈ വൈറസുകളെ നമുക്ക് ഇത്രയും പരിചയപ്പെടുത്തി തന്നത്. സോ ഫസ്റ്റ് വൺ ആരാണ്? RJ ഇവാനോസ്കി 1892 ഡിസ്കവേർഡ് വൈറസ്. വൈറസിന് വെനം എന്ന് പേര് കൊടുത്ത സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ പഠിച്ചു. ഇനി വൈറസിനെ ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ഇവാനോസ്കി എന്ന് പറയുന്നത്. He recognized certain microbes that cause mosaic disease of tobacco. അതായത് ടൊബാക്കോ പ്ലാന്റ് ഉണ്ട്. ടൊബാക്കോ പ്ലാന്റ് ലീഫിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൈറസസ് ഉണ്ട്. ദാറ്റ് വൈറസ് ഈസ് കോൾഡ് മൊസൈക് ഡിസീസ് ഓഫ് ടൊബാക്കോ. ആ ഒരു ഡിസീസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൊസൈക് ഡിസീസ്. ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന വൈറസിന്റെ പേരാണ് ടൊബാക്കോ മൊസൈക് വൈറസ്. ടൊബാക്കോ മൊസൈക് വൈറസ് ഇവിടെ നോക്കുക. ദിസ് ഇസ് ടൊബാക്കോ മൊസൈക് വൈറസ്. They were smaller than bacteria because they passed through bacteria proof filters. ഇതെന്താണ് ഈ സെന്റൻസ് എന്ന് കറക്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. അനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സിന്, അതായത് ബാക്ടീരിയ കടന്നു പോകാത്ത ഫിൽറ്ററുകൾ, ക്ലിയർ ആയല്ലോ? ഒരു ഫിൽറ്റർ ഉണ്ട്, അതിനകത്തൂടെ ബാക്ടീരിയ കടന്നു പോയില്ല. പക്ഷെ ഈ ഒരു വൈറസിനെ ഇവരെന്ത് ചെയ്യും? വൈറസ് ആണെന്നും അറിയില്ല, ഈ ഒരു ഓർഗാനിസത്തിന് ഇവർ ഈ ഫിൽറ്ററിലൂടെ ഒന്ന് കടത്തി വിട്ടു. അപ്പൊ ആ ഒരു ഫിൽറ്ററിലൂടെ അത് പാസ് ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ട്, അതായത് ഫിൽറ്ററിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? ബാക്ടീരിയ പാസ് ചെയ്യില്ല, പക്ഷെ ഈ ഒരു ഓർഗാനിസം അതിനകത്തൂടെ പാസ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ഓർഗാനിസം ബാക്ടീരിയനേക്കാൾ ചെറുതാണ്. ദേ ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. അങ്ങനെയാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്. ദേ ആർ അനദർ ഓർഗാനിസം ആൻഡ് he discovered they are viruses. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സയന്റിസ്റ്റിന്റെ പേരെന്താണ്? MW Beijerinck 1898 demonstrated that the extract of the infected plants of tobacco could cause infection in healthy plants and called the fluid as Contagium vivum fluidum, infectious living fluid. ക്ലിയർ ആയല്ലോ? അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ബെയ്ജർനിക് 1898 ഡെമോൺസ്ട്രേറ്റ് എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഈ ടൊബാക്കോ മൊസൈക് വൈറസുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ടൊബാക്കോ പ്ലാന്റിൽ നിന്ന് ഇവർ കുറച്ച് എക്സ്ട്രാക്ട് എടുത്തു, പ്ലാന്റ് ലീഫ് എക്സ്ട്രാക്ട് എടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹെൽത്തി പ്ലാന്റിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഈ എക്സ്ട്രാക്ട് ഹെൽത്തി പ്ലാന്റിൽ കൊടുത്തപ്പോൾ അവിടെ ഇൻഫെക്ഷൻ കോസ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ അവരതിനെ വിളിച്ചു, ആ ഫ്ലൂയിഡിനെ വിളിച്ചത് എന്താണ്? ആൻഡ് കോൾഡ് ദ ഫ്ലൂയിഡ് ആസ് കോണ്ടാജിയം വൈവം ഫ്ലൂയിഡം, ഇൻഫെക്ഷ്യസ് ലിവിംഗ് ഫ്ലൂയിഡ്. അതിനെ അവർ വിളിച്ചത് ഇൻഫെക്ഷ്യസ് ആണ്, ബട്ട് ദേ ആർ ലിവിംഗ് ഫ്ലൂയിഡ്സ്. അപ്പൊ ഫ്ലൂയിഡ് എന്തുകൊണ്ടാണ് ലിവിംഗ് ഫ്ലൂയിഡ് ആയത്? ദേ കണ്ടെയ്ൻസ് വൈറസസ്. അപ്പൊ അതിനകത്ത് എന്തുണ്ടായിരുന്നു? വൈറസുകൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആയല്ലോ? അതാണ് 3 സയന്റിസ്റ്റുകളുടെ പേര് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്തൊരു സയന്റിസ്റ്റിന്റെ പേരാണ് WM സ്റ്റാൻലി. 1935 പറഞ്ഞു they are crystallized structures. അതായത് വൈറസുകളുടെ സ്ട്രക്ചറിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. വൈറസുകൾക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ്ലി പ്രോട്ടീൻസ്. അതിന് വൈറസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻ കൊണ്ടാണെന്നും പറഞ്ഞു. ദാറ്റ് മീൻസ് വൈറസ് എന്ന് വെച്ചാൽ ഒരു യൂണിസെല്ലുലാർ സ്ട്രക്ചർ ആണ്. സെല്ലുലാർ നമ്മൾ പറയുന്നെങ്കിലും അതിലൊരു ഔട്ട്ലൈൻ ഉള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മെംബ്രെയിൻ ഉണ്ട്. ദാറ്റ് മെംബ്രെയിൻ ഇസ് കോൾഡ് പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ്. അതിനുള്ളിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, ദാറ്റ് ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ. ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA. അപ്പൊ ജനറലി വൈറസുകളെ നമുക്ക് എന്ത് വിളിക്കാം? The virus is a nucleoprotein. വൈറസിനെ എന്ത് വിളിക്കാം? വൈറസ് is a nucleoprotein. ഓക്കെ, ന്യൂക്ലിയോപ്രോട്ടീൻ ആണ്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ കോട്ട്. അതായത് ഒരു ഔട്ടർ മെംബ്രെയിൻ ആണ് പ്രോട്ടീൻ കോട്ട്, അല്ലെങ്കിൽ ആ പ്രോട്ടീൻ കോട്ടിനെ നമുക്ക് ജനറലി ക്യാപ്സിഡ്സ് എന്ന് വിളിക്കാം. ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇൻസൈഡ് ദ പ്രോട്ടീൻ കോട്ട്. ആ പ്രോട്ടീൻ കോട്ടിൽ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ RNA ആകാം, അതല്ലെങ്കിൽ DNA ആകാം. ഒരിക്കലും ഒരു വൈറസിനകത്ത് RNAയും DNA യും ഒരുമിച്ച് കാണില്ല. നോ വൈറസ് കണ്ടെയ്ൻസ് ബോത്ത് RNA ആൻഡ് DNA.
ഓക്കെ, ദെൻ ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. ആ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള RNA ആണെങ്കിൽ RNA, DNA ആണെങ്കിൽ DNA, ദാറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് ഇൻ നേച്ചർ. അത് ഡിസീസ് കോസ് ചെയ്യും, ദാറ്റ് ഈസ് ഇൻഫെക്ഷ്യസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഔട്ടർ ഒരു എന്തുണ്ട്? ഔട്ടർ ഒരു ക്യാപ്സിഡ് ഉണ്ട്, അതിന്റെ സെൻട്രൽ എന്തുണ്ട്? ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് DNA ആകാം, RNA ആകാം. ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? WM സ്റ്റാൻലി, 1935. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വൈറസ്. വൈറസുകളെ കുറിച്ചുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഏതാണെന്നുള്ളത് ശ്രദ്ധിച്ചു വായിക്കട്ടോ. വൈറസസ് ആർ ബിഗ്ഗർ ദാൻ ബാക്ടീരിയ. ബാക്ടീരിയനേക്കാൾ വലുതാണോ വൈറസസ്? അല്ല, നമ്മൾ പറഞ്ഞു ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സിലൂടെ വൈറസ് പാസ് ചെയ്യും. സോ ദേ ആർ വൈറസസ് ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. അപ്പൊ ഈ ഒരു സെന്റൻസ് എന്താണ്? ഇറ്റ് ഈസ് റോങ്. ദെൻ അടുത്ത സെന്റൻസ് എന്താണ്? അടുത്ത സെന്റൻസ് ഒന്ന് പറഞ്ഞേ നിങ്ങള്. വൈറസസ് ആർ ഇൻട്രാസെല്ലുലാർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. കറക്റ്റ് അല്ലേ? വൈറസസ് സെല്ലിനകത്താണ് എന്ത് ചെയ്യുന്നത്? പാരസിറ്റിക് നേച്ചർ കാണിക്കുന്നത്. സെല്ലിന് ഔട്ട്സൈഡ് ദേ ആർ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആണ്. സോ വൈറസസ് ആർ ഇൻട്രാസെല്ലുലാർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ദെൻ വൈറസസ് കണ്ടെയ്ൻ ബോത്ത് DNA ആൻഡ് RNA. വൈറസസിൽ DNAയും RNAയും ഒരുമിച്ച് കാണുമോ? ഇല്ല. വൈറസസിൽ ഒന്നുകിൽ DNA കാണും, അതല്ലെങ്കിൽ RNA കാണും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ വൈറസസ് can reproduce in നോൺ ലിവിംഗ് സിസ്റ്റം. നോൺ ലിവിംഗ് സിസ്റ്റത്തിൽ വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യോ? നോൺ ലിവിംഗ് സിസ്റ്റത്തിൽ ഇല്ല. വൈറസസ് കാണ്ട് റീപ്രൊഡ്യൂസ് ഇൻ നോൺ ലിവിംഗ് മീഡിയ. അപ്പൊ നോൺ ലിവിംഗ് ഒരു മീഡിയത്തിൽ ഒരിക്കലും വൈറസ് എന്ത് ചെയ്യില്ല? റീപ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ ഇതിനകത്ത് വരുന്നതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. ദാറ്റ് ഈസ് വൈറസസ് ആർ ഇൻട്രാസെല്ലുലാർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ക്ലിയർ? ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഐഡന്റിഫൈ ദ പിക്ചർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനോട് കൂടി തന്നെ ഇതിന്റെ ആൻസറും കൂടെ അങ്ങോട്ട് പഠിക്കുകയാണ്. ഐഡന്റിഫൈ ദ പിക്ചർ. എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇത് എന്തിന്റെ പിക്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്തിന്റെ പിക്ചർ ആണ്? ദിസ് ഇസ് ടൊബാക്കോ മൊസൈക് വൈറസ്. ദിസ് ഇസ് ടൊബാക്കോ മൊസൈക് വൈറസ്. അപ്പൊ നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ ഒന്ന് കറക്റ്റ് നോക്കൂ. ഇതിനിവിടെ എന്തുണ്ട്? ഒരു സെൻട്രൽ ഒരു ചെയിന് പോലെ കാണുന്നില്ലേ? അതെ. പിന്നെ അതേപോലെ തന്നെ അതായത് അത് എന്തായിരിക്കും? ഈ സെൻട്രൽ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ചെയിന് പോലെ കാണുന്നത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ, അത് DNAയോ RNAയോ ആയിരിക്കും. അതായത് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഇനി അതിന്റെ പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ഏരിയയാണ് എന്ത്? ഇത് DNA-യോ RNAയോ നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു പോർഷൻ ആണ് എന്ത്? ക്യാപ്സിഡ്. ക്ലിയർ ആയാലോ? ക്യാപ്സിഡ്. ദ പ്രോട്ടീൻ കോട്ട് ഓഫ് വൈറസ് ഈസ് കോൾഡ് ആസ് capsid. വൈറസിന്റെ പ്രോട്ടീൻ കോഡിനെ വിളിക്കുന്ന പേരാണ് capsid. It's made up of small subunits called capsomeres. It protects the nucleic acid of the virus. അതായത് ഇവിടെ ക്യാപ്സിഡ് എന്നാണ് ജനറൽ ആയിട്ട് ഈ ഔട്ട്ലൈനെ ക്യാപ്സിഡ് എന്നാണ് പറയാ. പക്ഷെ നിങ്ങൾ ഓരോ ക്യാപ്സിഡിന് ഓരോരോ യൂണിറ്റുകളായിട്ടാണ് ക്യാപ്സിഡ് ഉള്ളത്. അപ്പോൾ ക്യാപ്സിഡിന്റെ സബ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയേഴ്സ്. എന്താണ്? ക്യാപ്സോമിയേഴ്സ്. ക്യാപ്സിഡിന്റെ സബ് യൂണിറ്റ് വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയേഴ്സ്. ദെൻ അതിന് സെൻട്രലിലുള്ള RNA ആയിക്കോട്ടെ DNA ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ ടൊബാക്കോ മൊസൈക് വൈറസിന്റെ കേസിൽ എന്താ പറയുന്നത്? RNA എന്ന് പറഞ്ഞു. സോ RNA ഇസ് ദ ന്യൂക്ലിക് ആസിഡ്. അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് എക്സ്പാൻഷൻ. RNAന്റെ എക്സ്പാൻഷൻ എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ RNA ഇസ് എ റൈബോ ന്യൂക്ലിക് ആസിഡ്. സോ ദിസ് ഇസ് ദ ന്യൂക്ലിക് ആസിഡ് ഓഫ് ദ ടൊബാക്കോ മൊസൈക് വൈറസ്. ഇപ്പൊ ഇവിടെ DNA ആണെങ്കിൽ നമ്മളിവിടെ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. RNAയും ക്യാപ്സിഡും തമ്മിലുള്ള വ്യത്യാസം, അതായത് സ്ട്രക്ചറലി വേരിയേഷൻ എവിടെയാണ് കാണിച്ചിട്ടുള്ളതാണ് ഈ പിക്ചർ കാണുന്നത്. അപ്പൊ ഈ പിക്ചർ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഇതൊരു സിലിണ്ടർ പോലെ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ സെന്ററിൽ എന്തുണ്ട്? RNA കാണും, പുറത്ത് ഇങ്ങനെ ചുറ്റും അതിന്റെ ക്യാപ്സിഡും കാണും. ഓക്കെ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കൂ, ജനറലി വൈറസുകൾ നോക്കൂ. ജനറലി വൈറസിന് ഒരു പ്രത്യേകത ഉണ്ട്. ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റ്സ്. പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണെങ്കിൽ ദാറ്റ് ഈസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും. അവരെങ്ങനെയായിരിക്കും? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും. പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇപ്പൊ വൈറസ് ഇൻഫെക്ട് ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളാണെങ്കിൽ ഒന്നുകിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആയിരിക്കും, അതല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഏതാണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് കണ്ടത്. പക്ഷെ ആനിമൽസിൽ എങ്ങനെയാണ്? ആനിമൽസിൽ 3 ടൈപ്പും കാണുന്നുണ്ട്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കാണും, ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാണും, ഡബിൾ സ്റ്റാൻഡേർഡ് DNA കാണും.
അപ്പൊ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ദാറ്റ് ഈസ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ യൂഷ്വലി ഹാവ് ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പോൾ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വൈറസുകളാണ് ആര്? ബാക്ടീരിയോഫേജസ്. അപ്പൊ ബാക്ടീരിയോഫേജുകൾ പോയിട്ട്, ബാക്ടീരിയോഫേജ് ഇസ് എ വൈറസ്. അപ്പൊ ഈ വൈറസ് പോയിട്ട് എന്താ ചെയ്യാ? ഒരു ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് വൈറസ് ആണ്, ബട്ട് ഇറ്റ് അറ്റാക്സ് ബാക്ടീരിയ. ക്ലിയർ? അപ്പൊ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യും. അവരുടെ സ്ട്രക്ചറിൽ അവരുടെ വ്യത്യാസം ഇതാണ്. അവർക്കും എല്ലാ വൈറസുകളെ പോലെ ക്യാപ്സിഡ് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിന് ഉള്ളിലുള്ള ന്യൂക്ലിക് ആസിഡ് RNA ആണോ? അല്ല, ഇറ്റ് ഇസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ക്ലിയർ? പിന്നെ അതിനൊരു ഹെഡും കോളറും ബേസ് പ്ലേറ്റ്, സ്പൈക്ക്, അതേപോലെ തന്നെ ഒരു ടെയിൽ ഫൈബർ, അങ്ങനെയൊക്കെ കാണുന്നതിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. അതിനൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പൊ എക്സാമിന് സാധാരണ ഈ ഒരു ഭാഗത്തുനിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതായത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ക്യാപ്സിഡിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. അതിന്റെ സബ് യൂണിറ്റിന് വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയേഴ്സ്. ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോംസിലായിരിക്കും. അതായത് ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിലായിരിക്കും ഒന്നുകിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പോളിഹെഡ്രൽ ഫോമിലാണ് ഈ ക്യാപ്സോമിയേഴ്സ്, അതായത് നമ്മുടെ ക്യാപ്സിഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് എക്സാക്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാവണമെന്നില്ല. സെൻട്രൽ ന്യൂക്ലിക് ആസിഡ് DNA ചുറ്റി ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാവണമെന്നില്ല. ഇറ്റ്സ് ഹെലിക്കൽ ഇൻ നേച്ചർ ഓർ പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോംസിലാണ് കാണുന്നത്. അപ്പൊ വൈറസസ് ആനിമൽസിലും പ്ലാന്റ്സിലും ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഹ്യൂമൻസിൽ വൈറസസ് ഉണ്ടാക്കുന്ന ഡിസീസിന് എക്സാമ്പിൾ ആണ് മംസ്, സ്മോൾ പോക്സ്, ഹാപ്സ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. ഇതിൽ പല ഡിസീസും നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇതൊക്കെ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസാണ്. അതേപോലെ തന്നെ പ്ലാന്റ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? വൈറസുകൾ ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. ദ സിംറ്റംസ് ക്യാൻ ബി മൊസൈക്ക് ഫോർമേഷൻ ഓഫ് മൊസൈക്ക് ലൈക്ക് പാറ്റേൺ, അതായത് ഒരു പല കളേഴ്സിൽ അല്ലെങ്കിൽ പല സ്പോട്ട് പോലെ കൂടി ചേർന്ന ഒരു പാറ്റേൺ, മൊസൈക്ക് പാറ്റേൺ ലീവ്സിൽ ഉണ്ടാവും. അതെന്താണ്? വൈറസ് ആണ്. അതുപോലെ ലീഫ് റോളിങ്, ലീഫ് കേളിങ്, ലീഫ് ഇങ്ങനെ റോൾ ചെയ്ത് പോകും. അതേപോലെ തന്നെ ലീഫ് ഇങ്ങനെ കേൾ ചെയ്ത് വളഞ്ഞു നിൽക്കുന്ന ടൈപ്പ് കാണുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഡ്യൂ ടു വൈറസ്. അതുപോലെ തന്നെ ലീഫ് യെല്ലോ കളർ ആവാറുണ്ട്. വെയിൻ ക്ലിയറിംഗ് നടക്കാറുണ്ട്. വെയിൻ ക്ലിയറിംഗ് എന്താണ്? നിങ്ങൾ ഈ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രിഞ്ചാളിന്റെ ഒക്കെ ലീഫ്, ചില പ്ലാന്റിന്റെ ഒക്കെ ലീഫിൽ ഇങ്ങനെ ഗ്രീനിഷ് പാർട്ടൊക്കെ പോയിട്ട് ഒരു നെറ്റ് മാത്രം ഇങ്ങനെ കാണുന്നു, നെറ്റ് വർക്ക് മാത്രം, മെഷ് മാത്രം കാണുന്നുണ്ടാവും. അതാണ് വെയിൻ ക്ലിയറിംഗ് എന്ന് വെച്ചാൽ. അതിനകത്തുള്ള ക്ലോറോഫിൽ കണ്ടന്റ് ഒക്കെ ലോസ് ആയിട്ട് ആ ഒരു നെറ്റ് വർക്ക് മാത്രം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് വെയിൻ ക്ലിയറിംഗ്. പിന്നെ അതേപോലെ ഡോർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. പ്ലാന്റ് ഡോർഫ് ആവുക, അതിന്റെ ഗ്രോത്ത് സ്റ്റണ്ടഡ് ആവുക. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കണം? വൈറസുകൾ ഉള്ളത് കൊണ്ടായിരിക്കണം. അപ്പൊ വൈറസുകൾ പ്ലാന്റ്സിലും ആനിമൽസിലും ഒരുപോലെ എന്തുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്? ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വിച്ച് കിങ്ഡം ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് സീൻ? അതായത് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണുന്ന ഒരു കിങ്ഡം ഏതാണ്? ഹോളോസോയിക്. Yes, it is animals. Animalsലാണ് ഹോളോസോയിക് കാണുന്നത്. നെയിം എ ഫംഗസ് ഫ്രം വിച്ച് ആൻ ആന്റിബയോട്ടിക് ഈസ് എക്സ്ട്രാക്റ്റഡ്. ആന്റിബയോട്ടിക് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഫംഗസിന് എക്സാമ്പിൾ ഏതാണ്? പെൻസിലിയം. ആന്റിബയോട്ടിക് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫംഗസിന് എക്സാമ്പിൾ ഏതാണ്? പെൻസിലിയം. അതേപോലെ യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ഏതാണ്? Yes, it is yeast. Then what are bacteriophage? Bacteriophage എന്താണ്? It's a virus, but that attack അല്ലെങ്കിൽ that infect the bacteria. Then അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The fungal disease weight rest is caused by the fungus named Puccinia. Puccinia എന്ന് പറയുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്ത്? Wheat rust. Then സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? Kingdom of unicellular eukaryote protista. ഓക്കെ, കിങ്ഡം ഓഫ് യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിനെ നമ്മളപ്പോ എന്ത് വിളിക്കും? യൂണിസെല്ലുലാർ ആണ് യൂക്കാരിയോട്ട് ആണെങ്കിൽ അത് പ്രൊട്ടിസ്റ്റയാണ്. യൂണിസെല്ലുലാറും ആണ് പ്രോകാരിയോട്ടും ആണെങ്കിൽ അത് എന്താണ്? മൊണീറയാണ്. ക്ലിയർ? മാറിപ്പോകരുത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ഫംഗസ് യൂസ്ഡ് ടു മേക്ക് ബീർ ആൻഡ് ബ്രെഡ്. ബീറും ബ്രെഡും ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഫംഗസ് ഏതാണ്? ഇറ്റ്സ് എ യൂണിസെല്ലുലാർ ഫംഗസ്, ദാറ്റ് ഈസ് ഈസ്റ്റ്. ദെൻ അടുത്തത് ഇൻഫെക്ഷ്യസ് പാർട്ട് ഓഫ് വൈറസ് ഈസ് കാൾഡ് ജനറ്റിക് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു വൈറസിന് രണ്ട് പാർട്ടാണുള്ളത്. ഒരു ക്യാപ്സിഡ് കോട്ടിംഗ് ഉണ്ടാവും, സെൻട്രൽ ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും. ആ ന്യൂക്ലിക് ആസിഡ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. DNA ആകാം, RNA ആകാം. അപ്പൊ അത് ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇവിടുത്തെ എന്ത്? ഇൻഫെക്ഷ്യസ് പാർട്ട്. ക്ലിയർ? ഈ ഒരു ചാപ്റ്റർ ത്രൂ ഔട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ ബ്രീഫ് ആയിട്ട് ഫോക്കസ് ഏരിയ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ? ഓക്കെ.
അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഇതാണ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതായത് നിങ്ങളുടെ +1 ബോട്ടണിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട്, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഫോക്കസ് ഏരിയ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകിൽ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനോ നമ്മുടെ നോർമൽ പബ്ലിക് എക്സാമിനോ സേ എക്സാമിനോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായി പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം, അതായത് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമുക്ക് കാണാം.